ഗൗതമിന്റെ അമ്മ കണ്ടത് സ്വപ്നം തന്നെയായിരുന്നു. CKCയോട് ഇപ്പോൾ ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ അയാൾ ഗൗതമിനെ ജയിലിലിട്ട് കൊല്ലാൻ നോക്കും. അല്ലാതെ തന്നെ ശിവാനിയെ കൂട്ടുപിടിച്ച് ഗൗതമിനെ കൊല്ലാൻ ഉടുമ്പ് സാബുവിനെ അയച്ചത് അമ്മയ്ക്കറിയില്ല. ആ സ്ഥിതിക്ക് ഗൗതം തന്റെ മകനാണെന്നറിഞ്ഞാലും അയാൾക്ക് മകനോടുള്ള സ്നേഹമല്ല ഉണ്ടാകുന്നത്. മറിച്ച് ജ്യോതിർമയി അറിയാതിരിക്കാൻ ഗൗതമിനെ എങ്ങനെയും ഇല്ലാതെയാക്കാൻ അയാൾ ശ്രമിക്കും. പ്രണവിനെ ശുശ്രൂഷിക്കാനായി ഒരു ഡോക്ടറെ ഗുണ്ടകൾ എത്തിക്കുന്നു. ഡോക്ടർ CKC പറഞ്ഞുവിട്ട ഡോക്ടറാണ്. യഥാർത്ഥ ഡോക്ടറാണോ അതോ വ്യാജ ഡോക്ടറാണോ എന്നറിയില്ല. അയാളും പ്രണവിനോട് പറയുന്നു, ജീവൻ നിലനിർത്തണമെന്ന് നിധി മാഡം പറഞ്ഞുവിട്ടതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന്. ഡോക്ടറോട് ശിവാനിക്ക് ഫോൺ ചെയ്യാൻ ഫോൺ ചോദിക്കുന്നു പ്രണവ് ഫോൺ ചെയ്യുമ്പോൾ ശിവാനിയെ കിട്ടുന്നില്ല. അപ്പോൾ തന്നെ പവിത്രൻ വന്ന് ഫോൺ വാങ്ങുകയും ഡോക്ടറെ ചീത്ത പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. പ്രണവിന്റെ മുൻപിൽ പവിത്രനും ഡോക്ടറും കളിച്ച ഒരു നാടകമായിരുന്നു അത്. ഗൗതമിനെ ജയിലിൽ വെച്ച് ഉടുമ്പ് സാബു കൊല്ലാനായി കഴുത്തിൽ കൂടി കയറിട്ട് മുറുക്കാൻ ശ്രമിക്കുന്നു. ഗൗതം ഉടുമ്പ് സാബുവിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് അയാളുടെ കഴുത്തിലേക്ക് കയറിടുന്നു. കയർ മുറുകി ഉടുമ്പ് സാബുവിന്റെ ബോധം നഷ്ടപ്പെടുന്നു. കയർ മുറുകുന്നതിനിടയിൽ ഗൗതം സാബുവിനോട് പറയുന്നു, ഞാനും നീയും തമ്മിൽ യാതൊരു വഴക്കുമില്ല. മേലിൽ നീ എന്റെ വഴിക്ക് വരരുത്. നിന്നെ പറഞ്ഞുവിട്ടത് CKC ആണെന്ന് എനിക്കറിയാം. സാബു മരിച്ചതാണെന്ന് കരുതി ഒരു സഹതടവുകാരൻ എല്ലാവരോടും പറയുന്നു ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടെന്ന്. പോലീസ് വന്ന് നോക്കുമ്പോൾ അവന് ജീവനുണ്ടായിരുന്നു. ഉടനെ ഗൗതം അങ്ങോട്ട് വന്ന് പറയുന്നു, സാറേ, ഇയാൾ ഇന്നലെ എന്നോട് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഗൗതം സാബു വിചാരിച്ച പോലെ എളുപ്പത്തിൽ കീഴടങ്ങുന്നവനല്ല എന്ന് ഉടുമ്പിന് മനസ്സിലായി കാണും. ഗൗതമിന്റെ പക്ഷക്കാരനായ പോലീസിനോട് ഗൗതം സത്യം പറയുന്നു. അവൻ ഇന്നലെ എന്നെ കൊല്ലാനായി നോക്കി. അതിന് ഞാൻ തിരിച്ചു കൊടുത്ത പണിയാണെന്ന്. പ്രണവിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന പവിത്രൻ അയാളുടെ ഭാര്യയെയും മകളെയും കാത്തു നിൽക്കുന്നു. ദുഷ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയ പൈസ ഭാര്യയെ ഏൽപ്പിക്കാനാണ് അയാൾ നിൽക്കുന്നത്. പവിത്രന്റെ ഗുണ്ടായിസം ഭാര്യയ്ക്കിഷ്ടമല്ല. അവർ ആ പൈസ വാങ്ങുന്നില്ല. ഒടുവിൽ മകളുടെ കയ്യിൽ കൊടുക്കുന്നു. പവിത്രന് കുട്ടിയോടും കുട്ടിക്ക് പവിത്രനോടും വളരെ ഇഷ്ടമാണ്. പവിത്രൻ വഴിയിൽ നിൽക്കുന്നത് നിധി കാണുന്നു. ഉടനെ ഓട്ടോ നിർത്തി പവിത്രൻ തന്നെയാണോ എന്ന് നോക്കുന്നു. നിധിയുടെ കയ്യിലുള്ള പവിത്രന്റെ ഫോട്ടോ നോക്കി പവിത്രൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം നിധി, നിൽക്കട അവിടെ എന്ന് പവിത്രനോട് പറയുന്നു. നീയല്ലേടാ പ്രണവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിന്നെ ഇന്ന് ഞാൻ വിടില്ലടാ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കയറി പിടിച്ച് അവിടെ നിർത്താൻ നോക്കുന്നു. ഇത് കണ്ട് അവിടെ കൂടിയവരെല്ലാവരും കൂടി അങ്ങോട്ട് വന്നപ്പോൾ നിധി എല്ലാവരോടും കൂടി അവനെ പിടിക്കാൻ പറയുന്നു. ഇതേ സമയം ഗൗതമിന്റെ പെറ്റമ്മ നിർമ്മലാമ്മ അങ്ങോട്ട് വരുന്നു. അവനെ വിടരുത് മോളെ എന്ന് നിധിയോട് പറയുന്നു. പെട്ടെന്ന് പവിത്രൻ അടുത്ത ഒരു കടയിലിരിക്കുന്ന കത്തി കാണുന്നു. എന്നിട്ട് കത്തിയെടുത്ത് നിർമ്മലാമ്മയുടെ കഴുത്തിൽ വെക്കുന്നു. അതോടെ നിർമ്മലാമ്മ തലകറങ്ങി വീഴുന്നു. അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പവിത്രൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പവിത്രൻ രക്ഷപ്പെടുന്നതിൽ നിധിക്ക് വിഷമമുണ്ട്. നിർമ്മലാമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ പവിത്രന്റെ കൂടെ പോകാൻ പറ്റില്ലല്ലോ. പാർവതിയമ്മ പറയുന്നു, നിധിക്കൊറ്റയ്ക്ക് ഇനിയും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന്. നിധിക്കും തോന്നുന്നു ഒറ്റയ്ക്ക് ഗൗതമിനെയും പ്രണവിനെയും രക്ഷിക്കാൻ കഴിയുമോ എന്ന്. അഡ്വക്കേറ്റ് അർജുൻ വരുമെന്നുള്ള ഒരു സൂചന പ്രേക്ഷകർക്ക് തന്നെങ്കിലും പിന്നീട് അതൊന്നും പറയുന്നില്ല. അഡ്വക്കേറ്റ് അർജുൻ വരണം, നിധിയെ സഹായിക്കണം, ഗൗതമിനെ രക്ഷിക്കണം. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.